ഗസ സമ്പൂർണ്ണമായി പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ. സൈന്യത്തിന്റെ ശക്തമായ എതിർപ്പുകളെല്ലാം അവഗണിച്ചാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുതിയ ഓപ്പറേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ മറുവശത്ത് ആഗോളതലത്തിൽ ഇസ്രായേലിന്റെ പ്രതിച്ഛായ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഖ്യരാജ്യങ്ങളായ ജർമ്മനിയും ബ്രിട്ടനും ഫ്രാൻസും കാനഡയും ഓസ്ട്രേലിയയും എല്ലാം ഇസ്രായേൽ നീക്കത്തിൽ ആശങ്ക പരസ്യമാക്കി കഴിഞ്ഞു. പല രാജ്യങ്ങളും ഫലസ്തീൻ രാഷ്ട്രത്തിനുള്ള അംഗീകാരവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഗസയിൽ നിന്ന് പുറത്തുവരുന്ന പട്ടിണിയുടെയും തീരാ ദുരിതങ്ങളുടെയും കാഴ്ചകൾ ലോക മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുകയാണ്. അന്താരാഷ്ട്ര സമൂഹം മുഴുവൻ ഫലസ്തീനു വേണ്ടി പരസ്യമായി ശബ്ദിക്കുമ്പോഴാണ് നെതന്യാഹുവിന്റെ പുതിയ പ്രസ്താവന വരുന്നത്. ഇസ്രായേൽ ആഗോളതലത്തിലുള്ള പ്രൊപ്പഗണ്ട യുദ്ധത്തിൽ പരാജയപ്പെടുകയാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി തുറന്നു സമ്മതിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ കമന്റുകളിൽ ഭൂരിഭാഗവും ബോട്ടുകളാണെന്ന ആരോപണവും നെതന്യാഹു ഉയർത്തിയിട്ടുണ്ട്. വാർത്ത വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. പുതിയ ഗസ അധിനിവേശ പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയതിന് പിന്നാലെ ഞായറാഴ്ച UN സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം ചേർന്നിരുന്നു. ഈ യോഗം ആരംഭിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് നെതന്യാഹു അസാധാരണമായൊരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു. അതും അന്താരാഷ്ട്ര മാധ്യമപ്രവർത്തകരെ മാത്രം ലക്ഷ്യമിട്ട്. പുതിയ ഗസ ഓപ്പറേഷൻ എന്താണെന്ന് വിവരിക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം. ഗസയിൽ നിന്ന് പുറത്തുവരുന്ന പട്ടിണി കാഴ്ചകളിൽ വിശദീകരണം നൽകലായിരുന്നു വാർത്താ സമ്മേളനത്തിലൂടെ ലക്ഷ്യമിട്ട രണ്ടാമത്തെ കാര്യം. ഹമാസിനെ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തിയാലേ തങ്ങളുടെ ദൗത്യം അവസാനിക്കൂ എന്നായിരുന്നു നെതന്യാഹു ആദ്യം വിശദീകരിച്ചത്. അതിന് ഇത്തരമൊരു സൈനിക നടപടിയല്ലാതെ മറ്റൊരു മാർഗം മുന്നിലില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഗസ സിറ്റിയിലും സെൻട്രൽ ഗസയിലും അൽ മവാസിയിലുമെല്ലാമുള്ള ഹമാസ് ശക്തി കേന്ദ്രങ്ങൾ തകർക്കാനാണ് സുരക്ഷാ ക്യാബിനറ്റ് തീരുമാനം. അതിലൂടെ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാനാകൂ. ആ മേഖലയിലുള്ള സാധാരണക്കാർക്ക് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ അവസരമൊരുക്കും. അവിടെ അവർക്ക് ഭക്ഷണവും മരുന്നും സുരക്ഷയുമെല്ലാം സജ്ജീകരിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. ഗസ കോൺസെൻട്രേഷൻ ക്യാമ്പ് സൂചിപ്പിച്ചായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പരാമർശം. പുതിയ സൈനിക ഓപ്പറേഷനിലൂടെ 5 ലക്ഷ്യങ്ങളാണ് തങ്ങൾ മുന്നിൽ വെക്കുന്നതെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്നാമതായി ഹമാസിനെ നിരായുധീകരിക്കുക. ഗസയിലുള്ള മുഴുവൻ ബന്ധുക്കളെയും മോചിപ്പിക്കുകയാണ് രണ്ടാമത്തെ ലക്ഷ്യം. ഗസ മുൻപിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുക. പകരം മേഖലയുടെ സുരക്ഷാ മേൽനോട്ടം ഇസ്രായേൽ ഏറ്റെടുക്കുക. ഹമാസിനെയും ഫലസ്തീൻ അതോറിറ്റിയെയും മാറ്റി നിർത്തി ബദൽ സിവിൽ ഭരണകൂടം സ്ഥാപിക്കുക എന്നിങ്ങനെയാണ് മറ്റു ലക്ഷ്യങ്ങളായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഗസയെ പിടിച്ചടക്കുകയല്ല, ഹമാസിൽ നിന്ന് മോചിപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും നെതന്യാഹു പറയുന്നുണ്ട്. ഗസ ഓപ്പറേഷൻ വിശദീകരിച്ച ശേഷമാണ് ആഗോളതലത്തിൽ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വാർത്തകളോടും ദൃശ്യങ്ങളോടും നെതന്യാഹു പ്രതികരിച്ചത്. പ്രൊപ്പഗണ്ട യുദ്ധത്തിൽ പരാജയം അഭിമുഖീകരിക്കുകയാണ് ഇസ്രായേൽ എന്ന് അദ്ദേഹം സമ്മതിച്ചു. ഇസ്രായേൽ വിരുദ്ധ മാധ്യമങ്ങളെയാണ് തങ്ങൾക്ക് നേരിടാനുള്ളത്. ലളിതമായി പറഞ്ഞാൽ ഈ യുദ്ധം നമ്മൾ തോൽക്കുകയാണ്. അനേകം ശക്തികൾ നമ്മൾക്കെതിരെ നിരന്നു നിൽക്കുന്നുണ്ടെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. സോഷ്യൽ മീഡിയയുടെ അൽഗോരിതത്തോടാണ് നമുക്ക് പടവെട്ടാനുള്ളതെന്നാണ് വലിയ പ്രശ്നമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ മേഖലയിൽ മുൻനിരയിലുള്ളവരും വിദഗ്ധരുമായ ആളുകൾ പറയുന്നത് സോഷ്യൽ മീഡിയയിലെ 60% പ്രതികരണങ്ങളും നടത്തുന്നത് ബോട്ടുകളാണെന്നാണ്. അമേരിക്കയിൽ ഉൾപ്പെടെ റിപ്പബ്ലിക്കന്മാരിൽ നിന്ന് ഇസ്രായേൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണയെ തകർക്കാനാണ് ആ ബോട്ടുകൾ നോക്കുന്നതെന്നും നെതന്യാഹു പറഞ്ഞു. തെക്കൻ അമേരിക്കക്കാരെന്നാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നതെങ്കിലും ഏഷ്യയിൽ എവിടേക്കോ ഇരുന്നാണ് അവർ ഇതെല്ലാം എഴുതിവിടുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഇതിനു മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സത്യം പറയേണ്ടതുണ്ട്. ഇപ്പോഴുള്ളതിലും വലിയ തോതിൽ അത് ചെയ്യണം. ഈ യുദ്ധം ജയിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കണം. സാധ്യമായത്രയും കള്ളങ്ങൾ പൊളിക്കണം. അങ്ങനെ യുദ്ധം ജയിക്കുന്നതിലൂടെ പ്രൊപ്പഗണ്ടകളെ തകർക്കാനാകുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഗസയിലെ പട്ടിണി കോലങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ പൂർണ്ണമായും തള്ളുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം. ഗസയിൽ കുട്ടികൾ പട്ടിണി കിടക്കുകയാണെന്ന പ്രചാരണങ്ങൾ വ്യാജ വാർത്തയാണെന്നായിരുന്നു നെതന്യാഹു അവകാശപ്പെട്ടത്. മാധ്യമങ്ങൾ വ്യാജ ചിത്രങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഗസയിൽ ബോധപൂർവ്വം പട്ടിണിക്കിരയാകുന്നവർ ഇസ്രായേൽ ബന്ദികൾ മാത്രമാണെന്നും വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെടുന്നുണ്ട് നെതന്യാഹു.